ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇന്ത്യയുടെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലായിട്ടില്ല എന്നുള്ള വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ തുടർച്ചയാണ്. ശരിക്കും അമേരിക്ക 301 ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള നിലയിൽ ഒരു അന്വേഷണത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ഫയൽ. അപ്പോൾ അന്വേഷണം പൂർത്തിയായി, ഫയല് വൈറ്റ് ഹൗസിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ $87 ബില്യൺ വർത്ത് വരുന്ന പ്രോഡക്ട്സ് എല്ലാം തന്നെ താരിഫ് എക്സംഷനിലായിരിക്കും എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത. ഇതെങ്ങനെയാണ് സംഭവിക്കാമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിരവധി ക്രിട്ടിക്കൽ ഏരിയ ഉണ്ട്. പക്ഷേ അതിൽ മേജറായിട്ടുള്ള 2-3 വിഷയങ്ങൾ നമുക്കിവിടെ നോക്കാം. കാരണം ഇതിനകത്ത് ഇപ്പം തുണിത്തരങ്ങൾ, ഈ ഗാർമെൻറ്റ്സ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു തിരിച്ചടി ഇതിനകത്തുണ്ട്. കാരണം നമ്മളെക്കാളും താരിഫ് കുറവാണ് മറ്റു പല രാജ്യങ്ങൾക്കും ഏഷ്യൻ സൈഡിൽ, പ്രത്യേകിച്ച് ബംഗ്ലാദേശ്, വിയറ്റ്നാം, അതേപോലത്തെ തായ്ലാൻഡ്, ഇതേപോലത്തെ രാജ്യങ്ങൾക്കൊക്കെ താരിഫ് ഇന്ത്യയെക്കാളും കുറവാണ്. അതെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത് ഈ 301 സെക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു തീരുവയിലേക്ക് നമ്മളുടെ ഗാർമെൻറ്റ്സ് ശരിക്കും എത്തിപ്പെട്ടത്. കാരണം നമ്മുടെ ഗാർമെൻറ്റ്സ് നിലവിൽ നമുക്ക് കിട്ടിയിരുന്ന ഒരു ആനുകൂല്യം എന്താണെന്ന് പറഞ്ഞാൽ ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ നമ്മളുടെ മേളിൽ അപ്ലൈ ചെയ്തിരുന്ന പെനറ്റീവ് താരിഫ് എടുത്ത് കളഞ്ഞ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ കോർട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിരിക്കുന്ന താരിഫ് പോളിസി ശരിയല്ല എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഗാർമെൻറ്റ്സിന് വെറും 5% താരിഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ബെനിഫിറ്റ് ആയിരുന്നു കിട്ടിയിരുന്നത് ഇത്രയും നാളും. അപ്പോൾ ആ സാഹചര്യത്തിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു 301 ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞ് ഈ ഫയല് മടങ്ങിയപ്പോൾ ചില പ്രത്യേക പ്രോഡക്റ്റുകൾക്ക് ഇപ്പം നിലവിലുണ്ടായിരുന്ന താരിഫിനേക്കാളും അഡീഷണൽ 10% ചാർജ് ചെയ്യാനുള്ള ഒരു ഓർഡറാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. അതായത് US-ൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് പൂർത്തിയായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റുകളെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് അവിടെ എത്രയാണ്, അതായത് മറ്റുള്ള രാജ്യങ്ങൾ എത്രയാണ് ഈ പ്രോഡക്റ്റിന് താരിഫ് പേ ചെയ്യുന്നത്, അതിൽ നിന്നും ഇന്ത്യക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, അപ്പോൾ എത്ര താരിഫ് നിശ്ചയിക്കാം എന്നുള്ള കൃത്യമായിട്ടുള്ള പഠനം നടത്തിക്കൊണ്ടാണ് ഈ ഫയൽ മടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10% ഗാർമെൻറ്റ്സ് മേഖലയിൽ താരിഫ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഓൾറെഡി നമുക്ക് 5% ഉണ്ട്. അതിനോടൊപ്പം ഈ 301 ബേസിസിൽ നമുക്ക് 10% കൂടി അഡീഷണൽ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 15% ഇന്ത്യയുടെ ഗാർമെൻറ്റ് തുണിത്തരങ്ങളുടെ മേളിൽ ഇനി അമേരിക്കയിൽ നിന്നും ചാർജ് ചെയ്യാൻ പോകുന്ന താരിഫ്. അതായത് ഇന്ത്യയിൽ നിന്നും ഗാർമെൻറ്റ് ഐറ്റംസ് അമേരിക്കയിലോട്ട് കയറ്റി വയ്ക്കുമ്പോൾ ഇന്ത്യൻ ഗാർമെൻറ്റ്സ് വാങ്ങിക്കുന്ന ഓണർ, മെർച്ചൻറ്റ്, അവർ അമേരിക്കയിൽ 15% ഡ്യൂട്ടി പേ ചെയ്തിട്ട് മാത്രമേ നമ്മളുടെ ഇന്ത്യൻ ക്ലോത്ത് റിസീവ് ചെയ്യാൻ പറ്റൂ. ഇപ്പം കാര്യം വ്യക്തമായല്ലോ. ഇത് നമ്പർ 1 പോയിന്റ്. ഇനി നമുക്ക് നേട്ടമുണ്ടോ എന്ന് വെച്ചാൽ നമ്മളുടെ 45% പ്രോഡക്റ്റ് അമേരിക്കയുടെ ഉള്ളിൽ താരിഫ് ഫ്രീ ആയിട്ടാണ് ഉള്ളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നിലവിലും. അതിൽ ചില നിർണായക മേഖലകളെക്കുറിച്ച് അമേരിക്ക തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ട്രംപിൻ്റെ പോളിസിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 12.5% താരിഫാണ് ഉണ്ടായിരുന്നത് കോമൺ ആയിട്ട്. അപ്പോൾ ഇത് തന്നെ ഒരു ലോവർ റേറ്റ് ആണെന്നാണ് അമേരിക്കയുടെ വാദം. അതുകൊണ്ടാണല്ലോ നമ്മളുടെ മേളിൽ കൂടുതൽ താരിഫ് അപ്ലൈ ചെയ്തത്. പക്ഷേ ഇവിടെ പ്രശ്നം വന്നത് പുനറ്റീവ് താരിഫ് കൊണ്ടുവന്ന സമയത്താണ്. എനിവേ, പുനറ്റീവ് താരിഫിന് കാരണമായി തീർന്ന ലിൻസി ഗ്രഹാം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പോൾ എന്തായാലും റിപ്പബ്ലിക്കൻ സൈഡിൽ നിന്നും കൂടുതൽ എതിർ സ്വരങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഇന്ത്യക്കെതിരെ ശക്തമായിട്ട് ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാടെടുത്തിരുന്നത് ലിൻസി ഗ്രഹാമാണ്. ഇപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി തന്നെ സെക്ഷൻ 232 ആ സെക്ഷൻ്റെ കീഴിലാണ് ചില പ്രത്യേക പ്രോഡക്റ്റുകൾ പെടുത്തിയിരിക്കുന്നത്. ആ പ്രോഡക്റ്റുകൾ ഈ സെക്ഷൻ 232 എന്ന് പറയുന്നത് ഇന്ത്യക്ക് 50%, അതായത് 25 to 50% താരിഫ് റേഞ്ചിൽ ആ ഒരു സ്കെയിലിൽ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളാണ്. അതിനകത്ത് പ്രധാനമായിട്ട് ഇന്ത്യയിൽ നിന്നും കയറ്റുമതിയാകുന്ന സാധനങ്ങൾ ആ കാറ്റഗറിയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ സ്റ്റീൽ, അലുമിനിയം, ഓട്ടോ പാർട്സ്. ഇത് മേജറായിട്ട് ഇന്ത്യയിൽ നിന്നും അമേരിക്കയുടെ ഉള്ളിലേക്ക് എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അതിന് 25 to 50% താരിഫ് ഓൾറെഡി നിലവിലുണ്ടായിരുന്നു. അതിപ്പോൾ കോടതിയുടെ നിയമപ്രകാരം ചെറിയ ഇളവുകളൊക്കെ അതിന് കിട്ടിയിട്ടുണ്ട്. എന്നാലും അതിൻ്റെ താരിഫ് റേറ്റ് ഹൈ ആണ്. ആ പ്രോഡക്റ്റിന് മേളിൽ, അതായത് അലുമിനിയം, സ്റ്റീൽ, ഓട്ടോ പാർട്സിൻ്റെ മേളിൽ ഈ 301 സെക്ഷൻ പ്രകാരം അപ്ലൈ ചെയ്യുന്ന 10% താരിഫ് ആപ്ലിക്കബിൾ അല്ല. അത് ആ ഒരു പഴയ താരിഫിൽ തന്നെ നിലനിൽക്കും. അതിന് മേളിൽ കൂടുതൽ ഒരു 10% അപ്ലൈ ചെയ്യില്ല അമേരിക്ക. ഇത് നമ്പർ 1. ഓക്കെ, ഇതിപ്പോൾ തൽക്കാലം എങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് തുടരും. നമ്മൾ ഈ ഒരു താരിഫിൻ്റെ ഇടയിലും 2025-26 $87 ബില്യൺ കച്ചവടം അമേരിക്കയുമായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക തന്നെ പറയുന്നത് 45% ഇന്ത്യൻ പ്രോഡക്റ്റ് അമേരിക്കയുടെ ഉള്ളിൽ വിത്തൗട്ട് ഡ്യൂട്ടിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള 55% നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മേജർ പോർഷനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്
തീർച്ചയായിട്ടും ഈ 301 സെക്ഷൻ പ്രകാരം അപ്ലൈ ചെയ്യുന്ന ഈ ഒരു അഡീഷണൽ 10% താരിഫ് ഈ 55% പ്രോഡക്റ്റിന് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ച ടെക്സ്റ്റൈൽ മേഖല. ടെക്സ്റ്റൈൽ മേഖല ഇന്ത്യയിൽ നിന്നും വളരെ എഫക്റ്റീവായിട്ട് അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ട് അമേരിക്കയുടെ ഉള്ളിലേക്ക് എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. നിരവധി എംപ്ലോയീസ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ആ മേഖലയിൽ നമ്മളെക്കാളും കുറഞ്ഞ താരിഫിൽ ബംഗ്ലാദേശ്, കംബോഡിയ, മലേഷ്യ, ഇന്തോനേഷ്യ പോലത്തെ രാജ്യങ്ങൾ നമ്മളെക്കാളും കുറഞ്ഞ താരിഫിൽ എഫക്റ്റീവായിട്ട് അവർ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യും അമേരിക്കയിലേക്ക്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത് വേറെ അമേരിക്കൻ കോട്ടൺ അവർ വാങ്ങിച്ച്, അതായത് അതിൻ്റെ റോ മെറ്റീരിയൽസ് അമേരിക്കയിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അത് അമേരിക്കൻ കർഷകർക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വിഷയമാണ്. അമേരിക്കൻ കോട്ടൺ വാങ്ങിച്ച് തുണിത്തരങ്ങൾ അവരുടെ രാജ്യത്ത് നിർമ്മിച്ച് അതിനെ എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ അമേരിക്കയ്ക്ക് 2 നേട്ടങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമായിട്ടും അവരുടെ ഫാർമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ പോളിസിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അവർ ശരിക്കും ഇന്ത്യയെക്കാളും കുറഞ്ഞ താരിഫ് ഈ രാജ്യങ്ങളിലേക്ക് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കും ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ ഈ ടെക്സ്റ്റൈൽ മേഖലയെ ഇതിൽ നിന്നും എക്സംപ്റ്റ് ചെയ്ത് കൊണ്ടുവരാമായിരുന്നു. എനിവേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ പ്രത്യേകിച്ചും ഇന്ത്യയുടെ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റാണ് നടത്തേണ്ടത്. പീയൂഷ് ഗോയൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ ചർച്ചകൾ നടത്തും എന്ന് പ്രതീക്ഷിക്കാം. ഇത് കുറേ നാളായി ഈ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ കാണുന്നത് എല്ലാ ട്രേഡ് റിലേഷൻഷിപ്പിനെയും ചർച്ചകളെയും. അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ നമ്മൾ ഇതിനെയും കരുതാം. പക്ഷേ എന്നാലും ഈ ഒരു 10% 301 സെക്ഷൻ പ്രകാരം കിട്ടുന്ന ഒരു അഡീഷണൽ താരിഫ് 55% ഇന്ത്യൻ കയറ്റുമതിയെ ബാധിക്കും എന്നാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ 45% നമ്മൾ ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് അത് വേറൊന്നുമല്ല, നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്, അതേപോലെ ലൈഫ് സേവിങ് മെഡിസിൻസ്, ജനറിക് മെഡിസിൻസ്, ഇതൊക്കെ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഡ്യൂട്ടി ഇല്ല. ഇതൊക്കെ അമേരിക്കയ്ക്ക് ആക്ച്വലി വേണ്ട പ്രോഡക്റ്റുകളാണ്. അതൊക്കെയാണ് ഈ 45% വരുന്നത്. ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഇന്ത്യ 69,000 കോടി ബഡ്ജറ്റിൽ നീക്കിയിരിപ്പ് വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ഷിപ്പ് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനാണ് ഈ ഫണ്ട് നീക്കിയിരിപ്പ് നടത്തിയിരിക്കുന്നത്. ഇറാനും ഒമാനും തമ്മിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് ചർച്ച നടത്തുകയാണ്. സെക്കൻഡ് ഡേയും ആ ചർച്ച കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇറാൻ ഒമാനെയും കൂടി പ്രേരിപ്പിക്കുകയാണ് പണപ്പിരിവ് നടത്താൻ വേണ്ടിയിട്ട്. ഇത് കുറേ നാളുകൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എന്തായാലും ഒമാൻ തീർച്ചയായിട്ടും അമേരിക്കയുടെ സൈഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ അങ്ങനെ പണപ്പിരിവ് നടത്താൻ പാകത്തിനുള്ള ഒരു തീരുമാനം അവർ ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ ഇറാൻ്റെ സൈഡിൽ നിന്ന് നല്ല പ്രഷറുണ്ട് ഒമാനിന്. അപ്പോൾ ഒമാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ആദ്യമേ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഫ്രീ ആയിട്ട് ഓപ്പൺ ആയിരിക്കണം, എന്നാൽ മാത്രമല്ലേ ഉള്ളൂ പണപ്പിരിവിനെ കുറിച്ചുള്ള സംസാരമൊക്കെ. ഇപ്പം കപ്പലുകൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. അതിലും ഒമാൻ്റെ തീരത്തൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ഇറാൻ നിരുപാധികം ആക്രമിക്കുന്ന ഒരു ശൈലിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ മുന്നോട്ട് വരുമോ എന്നാണ് മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ നോക്കിയിരിക്കുന്നത്. ശരിക്കും പാകിസ്ഥാൻ്റെ നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡ് പവർ, അതായത് ന്യൂക്ലിയർ ആയുധത്തിൻ്റെ പവർ അസീം മുനീറിന് കൈമാറിയിരിക്കുകയാണ്. അതായത് ആ രാജ്യത്തിൽ നിന്നും ആണവായുധം വിക്ഷേപണം നടത്തണോ വേണ്ടയോ എന്നുള്ള തീരുമാനം, അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് അസീം മുനീറിന് നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ. അമേരിക്കൻ ഫോഴ്സ് ശരിക്കും 12 കപ്പലുകളെയാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ കഴിഞ്ഞ ഒരു 24 hours കടത്തിവിട്ടത്. അതിൽ പ്രത്യേകിച്ച് 2 കപ്പലുകളെ അമേരിക്ക ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള 10 വളരെ സ്മൂത്തായിട്ട് കടത്തിവിട്ടിട്ടുണ്ട്. ഈ 2 ഷിപ്പുകളെയും അറ്റാക്ക് നടത്തിയതിൽ ഇറാൻ ബന്ധം ആരോപിച്ചുകൊണ്ടാണ് അമേരിക്ക ഈ 2 ഷിപ്പുകൾക്കെതിരെയും അറ്റാക്ക് നടത്തിയതായിട്ട് അമേരിക്ക തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയും റൊമാനിയയും തമ്മിൽ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഡ്രോൺ, അതേപോലെ എയറോസ്പേസ് ഇൻഡസ്ട്രി, ഈ 2 മേഖലകളും കേന്ദ്രീകരിച്ച് ചേർന്ന് പ്രവർത്തിക്കാനാണ് റൊമാനിയയും ഇന്ത്യയും തമ്മിൽ ധാരണയായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.